എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മാർച്ച് മാസം അവസാനിക്കാറായി, കൊടും ചൂടാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കുറച്ച് മുളക് തൈകൾക്ക് ഒരു 6 മാസം 7 മാസം പ്രായമായതാണ്. നിറയെ മിളകുണ്ട്, പൂവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വെയിൽ താങ്ങുന്നില്ല. അപ്പം അല്പം ഷെയ്ഡുള്ളൊരു സ്ഥലത്തേക്ക് ഞാൻ മാറ്റി. ഇനി 2 മാസം മാർച്ച് ഏപ്രിൽ അവർക്ക് ചെറിയ വെയിൽ കിട്ടുള്ളൂ, അത് മതി. ആവശ്യത്തിനുള്ള വെയിൽ കിട്ടും, 1-2 മണിക്കൂർ ചെറുതായിട്ട് വെയിൽ കിട്ടും. കൂടുതൽ വെയിലിപ്പോൾ ഈ ചെറിയ ചെടികൾക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഡ്രിപ്പ് ഇറിഗേഷൻ അവർക്ക് ചെയ്യാം. അപ്പോൾ 24 hours അവർക്ക് തുള്ളി തുള്ളിയായിട്ട് വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും അവർക്ക് ക്ഷീണം തട്ടില്ല. അത് മെയ് മാസം വരെ കൊണ്ടുപോകണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റപ്പ് ചെയ്യുകയാണ്. ഒരു 12 മിളക് ചെടികൾ ഗ്രോ ബാഗിലുണ്ട്. ഒരു മീഡിയം സൈസ് ഗ്രോ ബാഗിലാണ്. അതെല്ലാം അല്പം ഷെയ്ഡുള്ള ലൊക്കേഷനിലേക്ക് ഇന്ന് രാവിലെ മാറ്റി. അതിനെല്ലാം ഓരോ സപ്പോർട്ട് ഒരു സ്റ്റിക്ക് കൊടുത്തു. അതിൽ 8 എണ്ണം കപ്പത്തണ്ടാണ്. കപ്പത്തണ്ടാകുമ്പോൾ നമുക്ക് 2 ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ ഈ കാര്യം നടക്കും. അടുത്ത കൊല്ലം ഏകദേശം ഡിസംബർ ജനുവരി സമയമാകുമ്പോൾ പറിച്ചാൽ അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ഇത്തിരി വളമൊക്കെ ഇട്ട് കൊടുത്താൽ അതിലും കപ്പയും കിട്ടും കുറച്ച്. ഇതിപ്പോൾ ഒരു 4 അടി 5 അടി പൊക്കമുള്ള സ്റ്റിക്കുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു 3-4 എണ്ണം കപ്പത്തണ്ട് ഇല്ലാത്തതുകൊണ്ട് ചീമക്കൊന്നയുടെ തണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അതും നമുക്ക് വളത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ഇലകൾ 1ാം ക്ലാസ് വലാണ്. നല്ല നൈട്രജനുള്ള ബെസ്റ്റ് വളമാണ് ചീമക്കൊന്നയുടെ ഇല. ഇപ്പം എല്ലാവരും ബോട്ടിലിൻ്റെ അടിഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോയിൽ ഒരു കട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഭാഗം ബോട്ടിൽ അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോണത് ആ സ്റ്റിക്കിൽ. അപ്പോൾ അതിൻ്റെ കോർക്ക് ഭാഗം അടിയിൽ വരും. ആ കോർക്ക് ഭാഗത്ത് ഒരു ചെറിയൊരു തുള ഉണ്ടാക്കിയിട്ട് അതിൽ തുണിയുടെ ഒരു തിരി ഇടുകയാണ്. നമുക്ക് വേസ്റ്റ് തുണി നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അതിൽ നിന്ന് ഒരു ചെറിയ പീസ് തുണി മുറിച്ചെടുത്തൊരു തിരി ഉണ്ടാക്കി ചുരുട്ടി കയ്യിൽ ചുരുട്ടി ആ കോർക്കിലൊരു തുള ഉണ്ടാക്കി അതിൽ കൂടെ താഴത്തേക്ക് ഇടുകയാണ്. കോർക്കിൻ്റെ അകത്തുനിന്ന് പുറത്തേക്കാണ് നമ്മൾ തിരിയിടുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം അകത്തുള്ള ഭാഗം വണ്ണം കൂടുതലും പുറത്തേക്ക് വരുന്ന ഭാഗം കൂർത്ത് നിൽക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഡ്രോപ്പായിട്ട് വീണോളും, സ്പ്രെഡ് ചെയ്ത് പോയില്ല. പിന്നെ നമുക്ക് നാടയുടെ ടൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അത് നല്ലതാണ്. അതിനനുസരിച്ച് നമുക്ക് ഡ്രോപ്പിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ടൈറ്റ്നസ് കൂട്ടിക്കഴിഞ്ഞാൽ ഡ്രോപ്പിൻ്റെ സ്പീഡ് കുറയും. ഒന്ന് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഡ്രോപ്സിൻ്റെ സ്പീഡ് കൂടും. അപ്പം നമുക്ക് ഒരു 24 hours റണ്ണിങ് വാട്ടർ തുള്ളി തുള്ളിയായിട്ട് ഗ്രോ ബാഗിലെണ്ണം വീണുകൊണ്ടിരിക്കാവുന്ന രീതിയിൽ നമുക്ക് ആ നാട അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. തുണി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ നാട. അപ്പോൾ ഇതിന് പുറമെ ബോട്ടിൽ ചെയ്യാനുള്ള ബോട്ടിലിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഫുള്ള് എടുത്ത് കളയില്ല. നമുക്കൊരു മൂടി പോലെയാക്കി വെക്കുകയാണത്. അപ്പോൾ ആ ഭാഗം തുറന്ന് അതിൻ്റെ അവസാനം ലാസ്റ്റ് കുറച്ചൊരു പിടുത്തം വയ്ക്കും. ഫുള്ളായിട്ട് പിടിക്കില്ല അത്. അപ്പോൾ നമുക്ക് തുറന്ന് അതിൽ കൂടെ വെള്ളം ഒഴിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാം. ഞാൻ വെള്ളം ഒഴിക്കുന്നത് മൂടി തുറന്ന് വെള്ളം ഒഴിക്കാൻ ഇവിടെ കാണാൻ പറ്റും. ബോട്ടിൽ തലകീഴായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. 12 ബോട്ടിൽ അതൊക്കെ ഉണ്ടാക്കി അതിൽ ഈ 2 തുള ഇട്ട് അതിൽ ചരടിട്ട് കെട്ടി ഇതിൻ്റെ പിന്നിൽ കൂടെയാണ് ഇതിപ്പോൾ വെള്ളം ഒഴിക്കുകയാണ്. കപ്പത്തണ്ടിൽ കെട്ടി ഉറപ്പിച്ചു. ഗ്രോ ബാഗിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. സെയിം ടൈം ഇപ്പോൾ കുപ്പിയിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. കുപ്പിയുടെ മൂട് തുറന്നിട്ടാണ് വെള്ളം ഒഴിക്കുന്നവരെ അടപ്പ് പോലെ അവിടെ ഇരുന്നുള്ള മൂട്. അത് 12 എണ്ണത്തിനും ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം. സിമ്പിളാണ്, ഈസിയാണ്, ആർക്കും വീട്ടിൽ ചെയ്യാം. വേസ്റ്റ് വാട്ടർ ബോട്ടിലുകളാണ് ഞാൻ കൂടുതൽ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. കുടിവെള്ളത്തിൻ്റെ കുപ്പികളാണ്. 2 ലിറ്ററിൻ്റെ ഉണ്ട്, 1 ലിറ്ററിൻ്റെ ഉണ്ട്, 1/2 ലിറ്ററിൻ്റെ ആയാലും ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് 2 ലിറ്ററും 1 ലിറ്ററുമാണ് പ്രിഫറബിൾ. കാരണം നമുക്ക് അത്രയും കൂടുതൽ വെള്ളം അതിൽ സ്റ്റോർ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ദിവസം വീട്ടിലില്ല, എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പൂണ് നനയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഇതിൽ വെള്ളം ഒഴിച്ച് വെച്ച് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ ചെടി വാടിയിട്ടുണ്ടാവില്ല. കാരണം 2 ദിവസം കഴിഞ്ഞ് വന്നാലും 48 hours കഴിഞ്ഞ് വന്നാലും ചെടി വാടില്ല. കാരണം നനവ് നിൽക്കും. ഇതിങ്ങനെ 24 മണിക്കൂർ ഡ്രോപ്പ് വീണ് ഗ്രോ ബാഗിൻ്റെ ഉള്ളിലെ മണ്ണിലെല്ലാം വ്യാപിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല പോലെ ആ ബാഗിൻ്റെ ഉള്ളിലെ മണ്ണും നനഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് വാട്ടം തട്ടില്ല. 2 ഡേയ്സൊക്കെ നമുക്ക് എത്ര വലിയ സമ്മറായാലും 2 ദിവസം നനച്ചില്ലെങ്കിലും ഒരു ബോട്ടിൽ ഡ്രിപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും.
അപ്പം ഞാനത് ഓരോ ഗ്രോ ബാഗും നനയ്ക്കുന്നു, സെയിം ടൈം അതിൻ്റെ മുകളിലുള്ള ബോട്ടിലിൽ വെള്ളം ഫില്ല് ചെയ്യുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിയാറായി. ഏറ്റവും അറ്റത്തെ ബോട്ടിലും അതിന് മുമ്പുള്ളൊരു ബോട്ടിൽ നിങ്ങൾക്ക് റെഡ് കവർ കാണാം. അത് തലകീഴായിട്ടല്ല വെച്ചിട്ടുള്ളത്. അത് നമുക്ക് തുറക്കാവുന്ന മൂടികളാണ്, വലിയ വായ്പട്ടുള്ള മൂടികളാണ്. അപ്പോൾ അതുകൊണ്ട് തലകീഴാക്കിയില്ല. അതിന് പകരം അതിൻ്റെ മൂട്ടിൽ തന്നെ ഒരു ഓട്ടയിട്ടിട്ട് അതിലൂടെ തുണിയുടെ നാടിട്ടു. ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ് ഗ്രോ ബാഗിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. ബാക്കി ബോട്ടിലുകളൊക്കെ നമ്മൾ തലകീഴാക്കി വെച്ചേക്കാണ്. 2 ബോട്ടിൽ മാത്രം ഇതാണ് ഒന്ന്, ആ റെഡ് ലിഡുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. ബാക്കിയുള്ളതൊക്കെ ഇൻവെർട്ടഡ് പൊസിഷനിലാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഉണ്ട് റെഡ് അടപ്പുള്ള മറ്റൊരു ബോട്ടിൽ. അങ്ങനെ 2 ഉണ്ട്. ഇപ്പോൾ വെള്ളം നിറച്ച് കഴിഞ്ഞു. തുള്ളി തുള്ളിയായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ആ റൈറ്റ് സൈഡിൽ ഫാസ്റ്റായിട്ട് വീഴുന്നത് ഓവർഫ്ലോ ആണ്. അത് നാടേ കൂടെ വരണതല്ല, അത് നിൽക്കും അല്പം കഴിഞ്ഞാൽ. നാടയുടെ അറ്റത്ത് കൂടെ വരണത് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഇപ്പോൾ കാണാം. തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അത് ഈ 2 മാസം ഇപ്പോൾ എക്സ്ട്രീമായി സമ്മർ നല്ല പീക്കിലെത്തി 38-39 ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ന്യൂസിൽ കേട്ടു ചില ഭാഗങ്ങളിൽ കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് ചെടികൾക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്കാണ് ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇത് ചെയ്തത്. ലൊക്കേഷനൊന്ന് മാറ്റി, അമിതമായിട്ട് വെയിലുള്ള ലൊക്കേഷനിൽ നിന്ന് വെയിൽ കുറഞ്ഞ ലൊക്കേഷനിലേക്ക് മാറ്റി 12 സപ്പോർട്ട് സ്റ്റിക്ക് വെച്ചു. ബോട്ടിലൊക്കെ ശരിയാക്കി ഫിറ്റ് ചെയ്തു. അതിൽ വെള്ളം ഒഴിച്ചു. ഇപ്പോൾ തുള്ളി തുള്ളിയായിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ചെടികൾ ഉണങ്ങി പോകുമായിരുന്നു, സംരക്ഷിക്കാൻ ബുദ്ധിമുട്ട് വരും. അല്ലെങ്കിൽ ദിവസം 2 നേരം നനയ്ക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തി. രാവിലെയും വെള്ളം ഒഴിക്കണം, വൈകിട്ടും വെള്ളം ഒഴിക്കണം. അത് എപ്പോഴും അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമുക്ക് മറ്റു പല കാര്യങ്ങൾക്കായിട്ട് പോകേണ്ടി വരുമ്പോൾ ഇവരെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ അവർ വാടിപ്പോവും. വല്ലാതെ വാടിപ്പോയാൽ പിന്നെ രക്ഷപ്പെടാൻ പാടാണ്. ഇപ്പോൾ അതിൽ മുളകുണ്ട്, പല ചെടികളിലും മുളകുണ്ട്. പച്ചമുളകാണ്, നീളം കുറഞ്ഞതുണ്ട്. പച്ചമുളക് നീളം കൂടിയതുണ്ട്. ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട്. അത് ഞാൻ വിത്തിന് നിർത്തിയിരിക്കുകയാണ്, അപ്പോൾ പൊട്ടിക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. കൂടുതലറിയാൻ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.